യെസ്. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2001 മലയാളം വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. IFPHന്റെ 2000 ദിനാഘോഷങ്ങളുടെ ഭാഗമായി നാം ഇന്ന് കലാസാഹിത്യ സമ്മേളനമായിട്ട് ആഘോഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ 2000 ദിനാഘോഷം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആഘോഷിക്കുവാൻ കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ തുടങ്ങാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമ്മുടെ IFPHന്റെ സഹയാത്രികയും അതുപോലെ തന്നെ ഹോമിയോപ്പതി വിദ്യാർത്ഥിനിയുമായിട്ടുള്ള മിസ് ആര്യയെ ക്ഷണിക്കുകയാണ്. ആര്യ. താങ്ക് യു സർ. കേൾക്കാമോ? കാണാം. കേൾക്കാം കേൾക്കാം. ഒരു നിമിഷത്തെ പ്രാർത്ഥന. ശ്രീരാമ സൗമിത്രീ ജടായുവേദ സദനാദിത്യ കുചാർച്ചിത്യ ശ്രീനീലകണ്ഠായ ദയാമയായ ശ്രീവൈദ്യനാഥായ നമഃ. ശ്രീരാമ സൗമിത്രി ജടായുവേദ ശതനാദിത്യ കുചാർച്ചിത്യ ശ്രീനീലകണ്ഠായ ദയാമയായ ശ്രീവൈദ്യനാഥായ നമഃ. ഓക്കെ, താങ്ക് യു ആര്യ. അടുത്തതായിട്ട് സ്വാഗത പ്രസംഗമാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുവാനായിട്ട് IFPHന്റെ സെക്രട്ടറി ശ്രീ കിരൺചന്ദ് സാറിനെ ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് 2001 ദിനാഘോഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നിരന്തരമായ വെബിനാറുകളിലൂടെ ഹോമിയോപ്പതി സമൂഹത്തെയും സ്നേഹികളെയും എല്ലാവരെയും നമ്മൾ ഉദ്ബോധിപ്പിക്കാനും പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കാനും അറിവ് പങ്കുവയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു വേദിയായി ഇത് മാറിയിരിക്കുന്നു. അതിലേക്ക് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ GS വിജയൻ സാറാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, കലാകാരന് ഇടവേളകളില്ല. സിനിമകളിൽ ഇടവേളകൾ ഉണ്ടാകാം, കലാകാരനും ഡോക്ടർമാർക്കും ഇടവേളകളില്ല. അതുകൊണ്ട് അവരുടെ ഇടം ഒരുപോലെയാണ്. ശാസ്ത്രം സാഹിത്യമാണ്, കല സാഹിത്യമാണ്, അതേപോലെ തന്നെ ശാസ്ത്രവും കലയാണ് എന്നുള്ള തത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു പോകുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ കലാ സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇസ്മായിൽ സേഠ് സാറുണ്ട്. സാറിന്റെ തിരക്കുകൾ കാരണം സാറിന് വേദിയിൽ എത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ മാധവൻ പുറച്ചേരി സാർ, അദ്ദേഹത്തെ കുറിച്ചൊരു ഞാൻ ആദ്യമായി പരിചയപ്പെടുകയാണ്. എങ്കിലും ധനേഷ് സാർ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു ചെറിയ ഔട്ട്ലൈൻ തന്നിരുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആലപ്പി ഋഷികേശ് സാർ, സാർ ഇവിടെ എത്തിയിട്ടുണ്ടോ? സാറുണ്ടെന്ന്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക്, കവിയാണ്, നിരന്തരം ഹോമിയോപ്പതിയുടെ വേദികളിൽ വന്ന സംവാദവും ആശയങ്ങളും പങ്കുവെക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അജയൻ പനേറ. കവിയല്ല സാറ്, ഋഷികേശ് സാറ് നാടക സംഗീത സംവിധായകനാണ്. അതെ, സംഗീതം. അദ്ദേഹം വന്നിട്ടുണ്ട്, ഉണ്ടാന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്. ഋഷികേശ് സാർ, നമസ്തേ. നമസ്തേ. സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അജയൻ പനേറ സാർ, അദ്ദേഹത്തെ മലയാള ഭാഷയുടെ കേരള യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. തിരുവനന്തപുരത്താണ്. എൻ്റെ അമ്മയും ഒരു മലയാളം അധ്യാപികയായിരുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മോക്ഷയുടെ ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. മാഡത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു കിരൺജി. കഴിഞ്ഞല്ലേ? ഔദ്യോഗികമായി പറഞ്ഞു. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ കലാസാഹിത്യ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് നടക്കുവാൻ പോകുന്നത്. നമ്മുടെ വിജയൻ സാറ് വന്നിട്ടുണ്ടോ? ധനേഷ് ഡോക്ടർ സാറുണ്ട്. ഐഫോൺ ഉണ്ടല്ലേ? ഓക്കെ. ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ഇന്ന് നമുക്കൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള ശ്രീ GS വിജയൻ സാറാണ്. ആനവാൽ മോതിരം, ഘോഷയാത്ര, വിദ്യ, കവർ സ്റ്റോറി, ബാവുട്ടിയുടെ നാമത്തിൽ തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം.
താങ്കൾ ഈ വേദിയിൽ വന്നതിന്റെ അതിയായിട്ടുള്ള സന്തോഷം ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ശ്രീ വിജയൻ സാറിനെ ആദരപൂർവ്വം ഈ കലാസാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ക്ഷണിക്കുകയാണ്. നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഈ ഹോമിയോപ്പതിയും സിനിമയുമായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു വർഷങ്ങളായിട്ട് എൻ്റെ ചെറുപ്പം മുതൽ ഹോമിയോ മരുന്നുകൾ കഴിച്ചു തുടങ്ങി എന്ന് പറയുന്ന ഒരു ബന്ധമാണ് എനിക്ക് ഹോമിയോമായിട്ടുള്ളത്. 2000 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് ഹോമിയോപ്പതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഹോമിയോപ്പതിയുടെ വേറിട്ട വഴികളുടെ എല്ലാം പോകുന്നത് അറിയാം. കാരണം മറ്റു പല വൈദ്യശാസ്ത്ര ശാഖകളുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക തരത്തിൽ പോകുന്ന ഒരു വൈദ്യശാസ്ത്രമാണ്. അതിന് ഇപ്പോൾ ഒരു ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 2001 ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ വെബിനാറിലൂടെ സംവദിക്കുകയും ഇതിനെക്കുറിച്ചുള്ള പ്രഘോഷണങ്ങൾ നടത്തുകയും ചെയ്യുക, ബോധ്യപ്പെടുത്തുക, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ, എനിക്ക് തോന്നുന്നു വേറെ എവിടെയെങ്കിലും ഞാൻ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എങ്കിലും അഭിനന്ദനീയമാണ് ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ കർമ്മം. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഡോക്ടറാണ്, ഡോക്ടർ ഭാഗ്യലക്ഷ്മി മാഡം. കാരണം ഇപ്പോൾ ഞാൻ മറ്റു പല മരുന്നുകളും കഴിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ട്, ആയുർവേദം, ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് 2 പ്രാവശ്യം അതികഠിനമായ ചുമയും, എണീറ്റിരുന്ന് ചുമയ്ക്കുക. ഞാൻ തല ചായ്ക്കാൻ പറ്റില്ല. കുറേ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു, കുറവില്ല. ഞാൻ ഹോമിയോയിലേക്ക് പോയി. ഞാൻ ഒരാഴ്ച മരുന്ന് കഴിച്ചു. എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ കുടുംബസമേതം ഈ ഹോമിയോ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതൊരു ഞങ്ങൾ പലരും പറയാറുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഞാൻ എറണാകുളത്താണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനും ഭാര്യയും ഉണ്ടായിരുന്നു. അദ്ദേഹം കയ്യിലൊരു കെട്ടൊക്കെ ഉണ്ട്. ഞാൻ എന്താണെന്ന് ചോദിച്ചു. അത് ടെന്നീസ് എൽബോ ആണ്. ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ഞാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്തിട്ടൊന്നും കാര്യമില്ല. കാരണം എൻ്റെ വൈഫിന് ടെന്നീസ് എൽബോ ഉണ്ടായിരുന്നു 10-20 വർഷം മുമ്പ്. ഒരു കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ മരുന്ന് കഴിച്ചു. കഴിഞ്ഞ 10, 16, 17 കൊല്ലമായിട്ട് ഒരു കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ പോയി ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട്, ഞാൻ ഭാഗ്യലക്ഷ്മി ഡോക്ടറെ പേരാണ് പറഞ്ഞത്, പോയി കണ്ട് മരുന്ന് കഴിക്കും, അത് മാറിക്കോളും. അപ്പം നമുക്ക് വിശ്വസിക്കാവുന്ന, കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഹോമിയോ. അത് ഇപ്പം ഞാനിപ്പോൾ കുറച്ച് കാണുമ്പോൾ അഫ്ഗാനിസ്ഥാനിലും എവിടെയൊക്കെയോ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് തുടങ്ങിയത് ജർമ്മനിയിലാണെങ്കിലും ഇന്ന് എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നു. അതൊരു വലിയ ഒരു എന്താ പറയുക, മനുഷ്യരാശിക്ക് വളരെയധികം ഗുണപ്രദമായ ഒരു കാര്യമാണത്. അപ്പം എന്തായാലും ഞാൻ ഈ ഒരു വലിയ ഒരു പദ്ധതി, ഈ കർമ്മം ഉദ്ഘാടനം ചെയ്യാൻ വന്ന നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചടങ്ങ്, ഞാൻ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു വിജയൻ സാർ. അങ്ങയുടെ ഈ വാക്കുകൾക്ക് 1000 നന്ദി. കാരണം അങ്ങയുടെ ഈ വാക്കുകൾ ഹോമിയോപ്പതി ശാസ്ത്രത്തിന്റെ മഹത്വത്തെ തന്നെ വിളിച്ചോതുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും കഴിവതും നമുക്ക് കിട്ടുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഈ ഒരു ടെസ്റ്റിമോണികളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാൻ ഞങ്ങളോടൊപ്പം തന്നെ സാറും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും താങ്കളുടെ ഈ വാക്കുകൾക്ക് 1000 നന്ദി. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് നമ്മുടെ IFPHന്റെ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ IFPH എന്ന പ്രസ്ഥാനത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഡോക്ടർ ഷാജി കുടിയാട്ട് സാറാണ്. അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്.
ഷാജി ഡോക്ടർ. ഓക്കെ. 2000 ദിവസം ഇടതടവില്ലാതെ നടത്തി ചരിത്രം സൃഷ്ടിച്ച IFPHന്റെ തുടക്കക്കാരനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ദൈവാനുഗ്രഹിച്ചാൽ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത്യഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഞാൻ ഇതൊരു സ്വപ്ന സാക്ഷാത്കാരം എന്നതിനേക്കാൾ ഉപരി ചരിത്ര നിമിഷമാണ്. ഇനിയും ഒട്ടനവധി ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഹോമിയോപ്പതി എന്ന ഒട്ടേറെ മനുഷ്യരാശിക്ക് പ്രയോജനം കിട്ടേണ്ട ഒരു ശാസ്ത്രത്തെ രണ്ടാം സ്ഥാനത്ത് നിന്നും ലോകത്തിൻ്റെ എല്ലാ മുക്കിലും കോണിനും എല്ലാ രാജ്യങ്ങളിലുമുള്ള മനുഷ്യരുടെ പ്രയോജനത്തിനായിട്ട് എത്തിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തമാണ് IFPHന്റെ ചുമലിലുള്ളത്. IFPH പ്രവർത്തിക്കുന്ന പോലെ ഒരു ദിവസം പോലും വിടാതെ ഈ ശാസ്ത്ര മെഡിക്കൽ ശാസ്ത്രത്തെ ലോകത്ത് പ്രചരിപ്പിച്ച് സാധാരണക്കാരനായവർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലോട്ട് മാറ്റിയെടുക്കുന്നതിന് ഇന്ന് ലോകത്ത് മറ്റൊരു സംഘടനയും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഈ ഒരു മഹത് പ്രവർത്തന മേഖലകളിലോട്ട് നമ്മളോടൊപ്പം നിന്ന് ഒരു ടീമായിട്ട് പ്രവർത്തിക്കാൻ ഹോമിയോപ്പതിയിലെ പ്രഗത്ഭരായ, ഡെഡിക്കേറ്റഡായ, പാഷനേറ്റ് ആയിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമ്മളോട് ചേർന്ന് നമ്മളൊരു ടീമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു അനുഗ്രഹമാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ കേരളത്തിലെ ഡോക്ടർമാർക്ക് സാധിച്ചു എന്നുള്ളത് അതിലേറെ അനുഗ്രഹമാണ്. നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന സംഘടന കേരളത്തിൽ നിന്ന് തുടങ്ങി മലയാളികളാൽ നയിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും മഹത്തമായ ഒരു ചരിത്ര പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ആ ഒരു ചരിത്ര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കാനും അതിന് പിന്തുണയേകാനും എത്തിയിരിക്കുന്ന എല്ലാവരെയും നന്ദി പറയുന്നു. ഇത് നമ്മുടെ പ്രസിഡന്റ് സേട്ട് സാറ് ഇന്ന് പ്രാർത്ഥനയിൽ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ അധ്യക്ഷ പ്രസംഗം നടത്തുന്നത്. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ഒരു മഹത് ഈ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റിക്ക് നിങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ എത്രയും വേഗം തന്നെ നമ്മുടെ ഈ 2000 ദിവസത്തെ വെബിനാർ അത് 3000, 4000, 5000 ദിനങ്ങളായിട്ട് മുന്നോട്ട് പോകുവാനും ഒപ്പം തന്നെ ഹോമിയോപ്പതി എന്ന് പറയുന്ന ശാസ്ത്രത്തെ തന്നെ ലോകം അംഗീകരിക്കുന്ന ഇപ്പോഴും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും മൊത്തത്തിൽ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും താങ്കളുടെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി. അടുത്തതായിട്ട് ആശംസാ പ്രസംഗത്തിനുള്ള സമയമാണ്. ആശംസാ പ്രസംഗത്തിനായിട്ട് ആദ്യം തന്നെ ക്ഷണിക്കുന്നത് പ്രശസ്ത കവി ശ്രീ മാധവൻ പുറച്ചേരി സാറിനെയാണ്. മലയാളത്തിൽ നിരവധി കവിതകളും കവിതാ സമാഹാരങ്ങളും ഒക്കെ നമുക്കായിട്ട് സമ്മാനിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. പ്രവാസിയുടെ മൊഴികൾ, പതാകകൾക്കിടയിൽ, അമ്മയുടെ ഓർമ്മ പുസ്തകം, പെയിൻ കില്ലർ തുടങ്ങിയ ഒട്ടനവധി കൃതികൾ അദ്ദേഹം മലയാളത്തിനായിട്ട് നൽകിയിട്ടുണ്ട്. നിരവധി സാഹിത്യ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ മാധവൻ സാറിനെ ആശംസാ പ്രസംഗത്തിനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. ഞാൻ ഈ തുടക്കം തൊട്ട് പലവട്ടം ഈ വെബിനാറുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്. ഈ ചികിത്സാ സമ്പ്രദായം എന്ന് പറഞ്ഞ് ഇപ്പൊ അച്ഛൻ ഡോക്ടർ ആനന്ദ് എന്ന് പറയുന്ന ഹോമിയോ ഡോക്ടറുടെ ചികിത്സ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പോ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ തന്നെ കാരണമായത് ഡോക്ടർ NG പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ ഡോക്ടറുമായ അദ്ദേഹത്തിന്റെ ഒരു
അദ്ദേഹമാണ് ഇതിലേക്ക് എന്നെ വെച്ചത്. പലവട്ടം സംസാരിക്കുകയും വ്യക്തിപരമായി എന്നാലാവും വിധം ഈ ചികിത്സാ സമ്പ്രദായത്തെ, അതിന്റെ സവിശേഷതകളെ, എങ്ങനെയാണത് മാനസിക ആരോഗ്യത്തെ കൂടി അഡ്രസ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം മലയാളി പ്രത്യേകിച്ചിട്ട് ശാരീരികമായ അല്ലെങ്കിൽ ജീവിതാന്തരീക്ഷത്തിലൊക്കെ വലിയ മാറ്റം വരികയും മാനസികമായി വളരെ അപകടകരമായ അവസ്ഥയിൽ എത്തുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നാം നിത്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പല തരത്തിലുള്ള നമ്മുടെ ഈ കമ്പോളാവുന്ന രാവണൻ കോട്ടയ്ക്ക് ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന അപൂർവം ഭാഗ്യശാലികളും മറ്റുള്ളവരെ അതിന് അസ്വസ്ഥതകളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അയർലൻഡിൽ പറയാറുള്ളത് ലോകത്തെ ബിസിനസ് സ്വയം മാർക്കറ്റ് ചെയ്യുന്നതും അയർലൻഡിലാണ്. ആകെ 50 ലക്ഷം ആളുകളാണ്. പക്ഷേ അവരൊരു ക്ലാസ് റൂമിൽ ചെയ്യുന്നത് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ അവരുടെ ഭാഷയിലെ ഒരു കവിതയോ ഒരു കഥയോ ഓഡിയോ അവർ ഓരോരുത്തരും അത് ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് കുട്ടികളെ നല്ല മാനസിക ആരോഗ്യമുള്ളവരാക്കി മാറ്റാൻ സാധ്യമായ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് കാണുന്നതാണ്. നമുക്ക് പൊതുവെ ഇന്ന് കവരുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാല് അത്ഭുതം അങ്ങനെയുള്ള സംഭവങ്ങൾ കുറഞ്ഞു വരും. കമ്പോളമാണ് നമ്മുടെ സന്തോഷം എന്ന്. ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരു ഹോം മാളിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് എന്നാണ്. അപ്പോഴാണ് നമ്മൾ ചില ജീവിതത്തിൽ ചെറിയ ചെറിയ അത്ഭുതങ്ങളുണ്ട്. ജപ്പാനീസ് ഹൈക്കു ഉണ്ട്. എത്ര മനോഹരമായിട്ടാണ് ആ പട്ടം വാനിലേക്ക് ഉയർന്നു പൊങ്ങുന്നത്. ഇത്രയും നമ്മൾ സ്വാഭാവികമായും കേൾക്കുന്നത്. അടുത്ത വരിയാണ് യാചകന്റെ കുടിലിൽ നിന്ന്. ഒരു യാചകന്റെ കുടിലിൽ നിന്നാണ് ഒരു പട്ടം ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി ഒരു യാചകന്റെ കുടിലിൽ നിന്ന്. ഇങ്ങനെ ആശ്ചര്യമായ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നിറക്കുക എന്നത് ജീവിതത്തിൽ കുറെ പ്രധാനപ്പെട്ടത്. ഈ ഹോമിയോപ്പതി ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അയാളുടെ ഒരു മാനസികമായ കൂടുതൽ അറിയുക, അല്ലാതെ ഈ രോഗത്തിന് നോക്കി ഇങ്ങനെ ശത്രുവിനെ വെടിയും പോലെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പലപ്പോഴും നടക്കുന്നത്. അങ്ങനെ ശാരീരികമായ അവസ്ഥയെ കൂടുതൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം എന്ന രീതിയിലാണ്. ഇപ്പൊ ഈ അടുത്ത് ഒരു ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ ഒരു സഹാനുഭൂതി, കാരുണ മനസ്സിലുണ്ടാക്കുന്ന ഒരു ന്യൂറോൺ കണ്ടുപിടിച്ചിട്ട് അതിനിട്ട പേര് ഗാന്ധി ന്യൂറോൺ എന്നാണ്. കവിത, സാഹിത്യം, നോവല് എന്നൊക്കെ പറയുന്ന എല്ലാ സർഗാത്മകതയും കാരുണ്യത്തിന്റെ മറ്റൊരു എക്സ്റ്റൻഷൻ ആണ് എന്ന് പറയാം. ആ അർത്ഥത്തിൽ തീർച്ചയായും ഇങ്ങനെ ഒരു ഹൃദ്യമായ രീതിയിൽ വെബിനാറുകൾ നടത്തുക എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന്, അത് ഇതിന്റെ ഒരു വലിയ പ്രചരണം ഭംഗിയായി നടത്തുന്നു. രണ്ടാമത്തത്, നിരന്തരമായ പഠനം. പൊതുവെ സംഭവിക്കുന്നത് ഈ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളത് താരതമ്യേന ഹോമിയോയിൽ വളരെ കുറഞ്ഞ രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഡോക്യുമെന്റ് ചെയ്യുകയും അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യ പരിസരം കൂടി ഇത്തരം വെബിനാറുകളിലുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിലും എന്നെ ഇതിൽ പങ്കാളിയാക്കിയതിലുമുള്ള ഏറ്റവും വലിയ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാധവൻ സാർ. താങ്കൾ വളരെ കാവ്യാത്മകമായിട്ട് തന്നെ നമ്മുടെ ഹോമിയോ ശാസ്ത്രത്തെ അവതരിപ്പിക്കുകയുണ്ടായി. മനുഷ്യന്റെ മനസ്സിന്റെ തലങ്ങളിലേക്ക് കടന്നു ചെന്ന് അവനിലെ ഹീലിംഗ് സിസ്റ്റത്തെ ഉണർത്തുവാനുള്ള ഹോമിയോപ്പതിയുടെ കഴിവ് വളരെ ശ്ലാഘനീയമാണ്. അങ്ങയുടെ വാക്കുകൾക്ക് അങ്ങേയറ്റം നന്ദി. അടുത്തതായിട്ട് ഈ കലാസാഹിത്യ സമ്മേളനത്തിന് ആശംസകളേകുവാൻ എത്തിയിട്ടുള്ളത് പ്രശസ്ത നാടക സംഗീത സംവിധായകനായിട്ടുള്ള ശ്രീ ആലപ്പി ഋഷികേഷ് സാറാണ്. മലയാള നാടകങ്ങൾക്ക് വേണ്ടി മികച്ച ഗാനങ്ങൾ നൽകിയിട്ടുള്ള ശ്രീ ഋഷികേഷ് സാറിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം, കേൾക്കാമോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പലവട്ടം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്.
ഹോമിയോ ചികിത്സ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടെയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ കൊറോണ വന്ന് എനിക്ക് 4-ാമത്തെ ദിവസം അസുഖം മാറ്റി തന്നു എനിക്ക് ധനേഷ് ഡോക്ടർ. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു വൻ നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരു കലാകാരൻ എന്നുള്ള എനിക്ക് പുറത്തിറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അന്ന് 4-ാമത്തെ ദിവസം എനിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി എൻ്റെ മോൾ അയർലൻഡിലാണ്. അവൾക്ക് ഇവിടുന്ന് ആവശ്യമുള്ള മരുന്ന് ധനേഷ് ഡോക്ടർക്ക് എന്നാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഹോമിയോ മരുന്നാണ് അവളുടെ ചികിത്സ. അവള് നേഴ്സാണ് അവിടെ, പക്ഷെ അവൾ കഴിക്കുന്ന ഹോമിയോ മരുന്നാണ്. അപ്പൊ അത് ആ ചികിത്സയോടുള്ള അവരുടെ വിശ്വാസമാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ തീർച്ചയായും ജനങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഒരുപാട് ഹോമിയോ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഈ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന പണത്തിന്റെ കാര്യത്തിലും ജനം വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി ചേർത്തലയിലെ ഒരു പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. 3 മണിക്കൂർ അവരൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. 3 മണിക്കൂർ അവരെ ഈ രോഗിയെ അവിടെ രോഗി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മുട്ടൊക്കെ ഇവിടെ ശരീരം പൊട്ടി ചോര ഒലിക്കാനോ അതൊന്ന് കഴുകാനോ വൃത്തിയാക്കാനോ ഒന്നിനും അവർ ശ്രമിച്ചില്ല. അദ്ദേഹം അവിടെ കിടന്നു. അദ്ദേഹത്തിന്റെ ഒരു അനിയൻ സബ് ഇൻസ്പെക്ടർ ഉണ്ട്. അപ്പൊ അദ്ദേഹം വന്നു ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവർ ചികിത്സ ആരംഭിക്കുന്നത്. അപ്പൊ ചികിത്സ ആരംഭിക്കണേ എനിക്ക് ഇത്ര രൂപ കെട്ടി അവിടെ ആദ്യം നമ്മൾ പൈസ കെട്ടിവെക്കണം. ഹോമിയോ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഞാൻ കണ്ടിട്ടില്ല. ഹോമിയോ ഹോസ്പിറ്റലിൽ ഇത്ര രൂപ ഇവിടെ തന്നാലേ നിങ്ങൾക്ക് മരുന്ന് തരുള്ളൂ അങ്ങനെ പറയാറില്ല. നിങ്ങളുടെ അസുഖം എന്താണ്, അത് എന്താണ് രോഗമെന്ന്, ആ രോഗം എങ്ങനെ ഉണ്ടായി, അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്തൊക്കെ ചെയ്യുന്നു. ഇപ്പം ഞാനാണ് ചെല്ലുന്നെങ്കിൽ എൻ്റെ റൊട്ടീൻസ് എന്തൊക്കെയാണ്, ഞാൻ രാവിലെ എഴുന്നേറ്റാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിത രീതികൾ, അത് നോട്ട് ചെയ്തിട്ട് അതനുസരിച്ചുള്ള മരുന്നാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതൊരു ഹോമിയോ ചികിത്സ എന്ന് പറയുന്ന ആ രീതിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ മിക്കവാറും നമ്മൾ കൂടുതൽ ജർമ്മൻ മരുന്നുകൾ ഉപയോഗിക്കുന്നു. എല്ലാം പെട്ടെന്ന് അസുഖം മാറ്റാനുള്ള ഒരു വഴി കണ്ടെത്തുന്നു. അതൊക്കെ നിസ്സാര കാര്യമല്ല. ഇനി ഒരുപാട് പേര് സംസാരിക്കുന്നതുകൊണ്ട് ഞാനൊരു സംഗീത സംവിധാനം എന്നുള്ള എനിക്കൊരു 4 വരി പാട്ട് പാടി ഞാൻ എൻ്റെ ആശംസ അറിയിക്കുകയാണ്. ചെണ്ടുമുല്ലത്തണ്ടിലൊരു വണ്ടിരുന്നു ചൊല്ലി, ചെണ്ടുമുല്ലേ നിന്മരന്തം പണ്ടേ എന്റേതല്ലേ. ചെണ്ടുമുല്ലത്തണ്ടിലൊരു വണ്ടിരുന്നു ചൊല്ലി, ചെണ്ടുമുല്ലേ നിന്മരന്തം പണ്ടേ എന്റേതല്ലേ. വണ്ടേ വണ്ടേ എന്മരന്തം പണ്ടേ നിന്റേതാണ്, വേണ്ടുവോളം നീ നുകർന്നു വണ്ടേ കരിവണ്ടേ. വേണ്ടുവോളം നീ നുകർന്നു വണ്ടേ കരിവണ്ടേ. മണ്ടിമുല്ലേ ഞാൻ നിനക്ക് ചുണ്ടിലുമ്മ നൽകാം, കണ്ടിടാത്ത വാനിടത്തിൽ കൊണ്ടുപോകാം നിന്നെ. കണ്ടിമുല്ലേ നിനക്ക് ചുണ്ടിലുമ്മ നൽകാം, കണ്ടിടാത്ത വാനിടത്തിൽ കൊണ്ടുപോകാം നിന്നെ. വേണ്ട വേണ്ട വാനിലേക്ക് കൊണ്ടുപോകണ്ടെന്നെ, വണ്ടേ നീ പൂവാടിയിൽ കണ്ടാൽ മതിയെന്നും, കണ്ടാൽ മതിയെന്നും. ചെണ്ടുമുല്ലത്തണ്ടിലൊരു വണ്ടിരുന്നു ചൊല്ലി, ചെണ്ടുമുല്ലേ നിന്മരന്തം പണ്ടേ എന്റേതല്ലേ. ഏതായാലും 2001 ദിവസം ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുപോകുക എന്ന് പറയുന്നൊരു നിസ്സാര കാര്യമല്ല. നമ്മളിവിടെ ഒരു 100 ദിവസം അടുപ്പിച്ചൊരു കാര്യം ചെയ്താൽ തന്നെ 101ാമത്തെ ദിവസം അത് പ്രശ്നമാകും. ഇത് 2001 കടന്ന നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് ഇതിന്റെ സംഘാടകർക്കൊക്കെ തന്നെ ഞാൻ പ്രത്യേകം അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഋഷികേഷ് സാർ. അങ്ങയുടെ വാക്കുകൾ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടേഴ്സിനും അതുപോലെ ഹോമിയോപ്പതിയെ സ്നേഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം, നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റം ഇന്ന് ഇവിടെ ഉണ്ടാകേണ്ടത്
ഇന്നിന്റെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഒരു ഗാനം കൂടി നൽകിയതിന് അങ്ങേയറ്റം നന്ദി അർപ്പിക്കുന്നു. അടുത്തതായിട്ട് ആശംസാ പ്രസംഗത്തിനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ അജയൻ സാറാണ്. സാറിനെ ഏറെ ആദരവോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്. അജയൻ സാർ ഉണ്ടോ? ഓക്കെ, ഉണ്ട് ഉണ്ട്. അജയൻ സാർ സംസാരിച്ചോളൂ. ഉണ്ടല്ലോ. കേൾക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതിനു മുൻപും പലതവണ ഈ സംഘടനയുടെ മീറ്റിങ്ങുകളിൽ ഇതുപോലെ ഓൺലൈനായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, 2000 ദിവസം തുടർച്ചയായി ഇങ്ങനെ ഒരു കൂട്ടായ്മ നടത്തിക്കൊണ്ടു പോകുന്നത് കേരളത്തിലെ ഹോമിയോ ഡോക്ടർമാരുടെ അവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു സൗന്ദര്യം ഈ 2001 ദിവസത്തിൽ ഞാൻ കാണുന്നുണ്ട്. മറ്റൊന്ന്, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഹോമിയോ ചികിത്സാ രീതി ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ഉപയോഗപ്പെടുത്തുകയും ഹോമിയോ ഡോക്ടർമാരിൽ പലരോടും വ്യക്തിപരമായി നല്ല സൗഹൃദം സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എല്ലാറ്റിനും അവസാന വാക്ക് ജീവിതത്തിലില്ല എന്ന് പറയുന്നത് പോലെ എല്ലാ രോഗങ്ങൾക്കും അവസാന വാക്ക് ഒരു ചികിത്സാ രീതിയിലും ഇല്ല. അത് അലോപ്പതി ആയാലും ആയുർവേദമായാലും എല്ലാറ്റിൻ്റെയും അവസാന വാക്ക് ആണ് എന്ന് ലോകത്ത് ആരെങ്കിലും വിചാരിക്കുന്നത് ശരിയും അല്ല. ഹിബൻ സാർ चालू അപ്പോ അജയൻ സാർ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ഹലോ അജയൻ സാർ, കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ, കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഈ 2000 ദിവസം കഴിഞ്ഞ ഈ കൂട്ടായ്മ ഇനിയും ഇതുപോലെ ഒരുപാട് കാലം നിലനിൽക്കട്ടെ. കേരളത്തിലെ ഒരു ബദൽ ചികിത്സാ പദ്ധതി എന്നുള്ള തരത്തിൽ, ലോകത്തിലെ ഒരു ബദൽ ചികിത്സാ പദ്ധതി എന്നുള്ള തരത്തിൽ ഹോമിയോപ്പതിയുടെ സാധ്യതയും ഹോമിയോപ്പതിയുടെ മേഖലകളും വിപുലവും വിശാലവുമാകാൻ ഇത്തരം കൂട്ടായ്മകൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനിയും തുടർച്ചയായി ഇങ്ങനെ കൂടിയിരിക്കുവാനും പരസ്പരം അറിവുകൾ പങ്കുവെക്കുവാനും, അങ്ങനെ പരസ്പരം അറിവുകൾ പങ്കുവെച്ചുകൊണ്ട് അത് നമ്മുടെ അടുത്തെത്തുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉചിതമായ തരത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊള്ളു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു അജയൻ സാർ. താങ്കളുടെ മികച്ച വാക്കുകൾക്ക് അങ്ങേയറ്റം നന്ദി. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ഈ സമ്മേളനത്തിൽ ആശംസാ പ്രസംഗത്തിനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ആത്മീയ സംഘടനയായ മോക്ഷയുടെ ഡയറക്ടറായിട്ടുള്ള ശ്രീമതി മോചിത മാഡമാണ്. മാഡം ഇതിനു മുൻപ് നമ്മുടെ ഈ ഒരു വെബിനാറുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ പുരാതന ജ്ഞാനത്തിന്റെ ആത്മീയ സാരത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധവും ആദരവും വളർത്തുന്നതിൽ മോചിത മാം വഹിക്കുന്ന പങ്ക് ശ്ലാഘനീയമാണ്. ശ്രീമതി മോചിത മാഡത്തെ ഏറെ ബഹുമാനത്തോടെ ആശംസാ പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. നമസ്കാരം. 2001 ദിവസങ്ങൾ ഈ ഒരു വെബിനാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്, അതിൽ തന്നെ ഹോമിയോ എന്നുള്ള ഒരു മഹത്തരമായ സമ്പ്രദായത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിട്ട് സ്വീകരിച്ചുകൊണ്ട് പറയട്ടെ. 2001 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 21 വർഷങ്ങളായിട്ട് എവ്രി ഡേ ഒന്നുകിൽ ഉണരുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും ഹോമിയോ എന്ന ചികിത്സാ സമ്പ്രദായത്തിന് ആശംസ അർപ്പിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഏതെങ്കിലും തരത്തിൽ ഒരു ദിവസം അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല.
എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ദിവസം ഹോമിയോയെ പറയാത്ത അല്ലെങ്കിൽ ഹോമിയോയുടെ ഗുണങ്ങളെ പറയാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അത് എത്രത്തോളം ആത്മീയതയിലേക്ക് ജീവിതം കടക്കുന്നുവോ അത്രത്തോളം ഈ ഹോമിയോപ്പതിയും എന്നെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. ഓരോ തവണ ഇപ്പോൾ 2001 ദിവസങ്ങളായി, ഇതിൽ പല ദിവസങ്ങളിലും പങ്കെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. വെബിനാറുകളിൽ ഇതുപോലെ ആശംസ അർപ്പിക്കാനായിട്ട് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ഞാനും എന്നിലെ ഹോമിയോപ്പതിയിലുള്ള വിശ്വാസവും വളർന്നുകൊണ്ടേയിരിക്കണം. ഓരോ തവണ സംസാരിക്കുമ്പോഴും കോൺഫിഡൻസ് എന്നിൽ കൂടിയാണ് വരുന്നത് ഓരോ നിമിഷവും. ഇപ്പോൾ ഓരോ യാത്രയും, ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടൊരു കൈലാസ യാത്ര കൂടെ പോയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഈ കൈലാസ യാത്രയിൽ എൻറ്റയർ യാത്രയിലും എനിക്ക് നൽകിയ ആത്മബലം നൽകിയത് എൻ്റെ കയ്യിലുള്ള ഹോമിയോപ്പതി മെഡിസിൻസ് ആണ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു നാണക്കേടുമില്ല പറയുന്നതിന്. ഡോക്ടർ ഭാഗ്യലക്ഷ്മി ഡോക്ടറെ അടുത്ത് പോയി മെഡിസിൻസ് മനസ്സിലാക്കി മെഡിസിൻ എടുത്ത്, അതും ഇത്തവണ ആ ഒരു ആദ്യം തന്നെ കഴിക്കാനായിട്ടുള്ള SOS ഒക്കെ തന്നത്, പ്രിവെൻറ്റീവായിട്ട് തന്ന മെഡിസിൻസ് ഒക്കെ ഓരോരുത്തർക്കും ഞാൻ 105 പേരെയും കൊണ്ടാണ് പോയത്. അതിൽ ഏതാണ്ട് ഒരു 3/4 അതായത് 75% പേര് ഈ മെഡിസിനാണ് ഉപയോഗിച്ചത്, ഹോമിയോ മെഡിസിനാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായ ഇപ്പോൾ ഒരു ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറയുന്നത്, നമ്മുടെ കൂട്ടത്തിലെ 40ഓളം ഡോക്ടേഴ്സാണുള്ളത്. ഈ 40ഓളം ഡോക്ടേഴ്സ് പല കാര്യങ്ങൾ പറയുന്നു. അത് അങ്ങനെ വരുന്നതാണ്, ഇങ്ങനെ വരുന്നതാണ്, ഇത് പടരുന്നതാണ്, ഓരോരുത്തർക്കായിട്ട് മാറി മാറി വൊമിറ്റിംഗ് വരുന്നു, ലൂസ് മോഷൻ വരുന്നു, പല കാര്യങ്ങൾ പറയുന്നു. അവർ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കോഴ്സ് കഴിക്കുന്നു, മാറുന്നില്ല, പിന്നെയും പ്രോബ്ലംസ് വരുന്നു, ടയർഡ്നെസ് വരുന്നു, എല്ലാം വരുന്നു. അപ്പോഴാണ് ഞാൻ ഡോക്ടറെ വിളിക്കുന്നത്. ഭാഗ്യലക്ഷ്മി ഡോക്ടറെ വിളിച്ചിട്ട് എന്താ വേണ്ടത്, സിഞ്ചിബർ. അപ്പോൾ തന്നെ കൊടുക്കുന്നു, എല്ലാം കയ്യിൽ കരുതുന്നു. ഞാൻ ആ മെഡിസിൻസ് ഓരോരുത്തർക്ക് കൊടുക്കുന്നു. പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോൾ എല്ലാവരും ഓക്കെയാണ്. ഒരു തണുപ്പിൻ്റെ ഇഷ്യൂ വന്നാൽ, വല്ലാണ്ട് ഒരു തണുപ്പിൻ്റെ ഇഷ്യൂ വന്നു, കാലാവസ്ഥ വല്ലാതെ മാറി, അപ്പോൾ നമ്മുടെ കയ്യിൽ മെഡിസിൻ ഉണ്ട്. ആ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകുന്ന ഒരു ആത്മബലം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഹോമിയോ ഡോക്ടേഴ്സിന് ആ കോൺഫിഡൻസ്, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന പല ഡോക്ടേഴ്സ് എല്ലാവർക്കും അതുണ്ട്. പക്ഷേ ഇന്ന് ഹോമിയോ ഡോക്ടേഴ്സ് അറിയപ്പെടുന്ന പലർക്കും അവരുടെ മെഡിസിൻ എത്രമാത്രം പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പലർക്കും അറിയില്ല എന്ന് തന്നെ പറയാം. അവർക്ക് അത്രയും ആത്മവിശ്വാസം ഇല്ല. എനിക്ക് തോന്നുന്നു ആദ്യം ഡോക്ടേഴ്സിലാണ് അവർ കൈകാര്യം ചെയ്യുന്ന ഒരു ശാഖ, അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന സമ്പ്രദായം എന്ന് പറയുന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള ഇടപെടലാണ് എന്ന് ആദ്യം ആ ഡോക്ടേഴ്സ് ഡിവൈൻ തന്നെ, ഒരു സംശയമില്ല അതിനകത്ത്. ഒരാളുടെ ബോഡി, ഒരാളുടെ മൈൻഡ് ആൻഡ് ഒരാളുടെ സോൾ, അതിലേക്ക് കൊടുക്കുന്ന മെഡിസിൻ, അതിലേക്ക് കൊടുക്കുന്ന, ഞാൻ അതിൻ്റെ വിറ്റ്നസ്സാണ്, ഞാൻ സാക്ഷിയാണ്. ഓരോ തവണയും ആ മെഡിസിൻസ് ഓരോ മനുഷ്യരിൽ പ്രവർത്തിക്കുന്നത് സാക്ഷിയാണ്. മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിൽ, ചെടികളിൽ ഒക്കെ, എല്ലായിടത്തും ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് നാളെ ഹോമിയോ തന്നെ വഴിയുള്ളൂ എന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നടന്നത്. അത് പലരും റിയലൈസ് ചെയ്ത് കഴിഞ്ഞു, പല ഡോക്ടേഴ്സും റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് രഹസ്യമായിട്ട് ഹോമിയോ മെഡിസിൻസ് എടുക്കുകയും എന്നാൽ പരസ്യമായിട്ട് അതിനെതിരെ പറയുകയും ഒക്കെ ചെയ്യാണ്. പക്ഷേ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് കുറെ കൂടി കോൺഫിഡൻസ്, ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ പല ഡോക്ടേഴ്സും ഞങ്ങൾ ഹോമിയോ ആണ് അല്ലെങ്കിൽ ഹോമിയോ പ്രാക്ടീസ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞാലും പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവർക്ക് ആ കോൺഫിഡൻസ് ഇല്ല. ഞാൻ ആ കോൺഫിഡൻസ് ഭാഗ്യലക്ഷ്മി ഡോക്ടറിൽ കാണുന്ന കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ വെബിനാർ കേൾക്കാൻ വരുമ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്ന കോൺഫിഡൻസ് പുറത്തെ ഡോക്ടേഴ്സിൽ കേൾക്കുന്നില്ല. അവർക്ക് ഇപ്പോഴും സംശയമാണ്. പക്ഷേ ഈ 21 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നിട്ട് ഞാൻ സാക്ഷിയാണ് അതിന്. ഓരോരോ മെഡിസിൻസും, ജസ്റ്റീഷ്യ പോലുള്ള മാറാതെ നിൽക്കുന്ന ചുമ ഒക്കെ മാറ്റുന്നത്, അതുപോലെ ഞാൻ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാറുള്ള റെസ്ക്യൂ റെമഡി, അതുണ്ടാക്കുന്ന മാജിക്, കംപ്ലീറ്റ്ലി ബോധം പോയൊരവസ്ഥയിൽ നിന്നിട്ട് 4 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് ഒരാൾ ഓക്കെ ആകുന്നത്, ഇതൊക്കെ നമ്മളുടെ യാത്രയിൽ എൻ്റെ കയ്യിലിരിക്കുന്ന മെഡിസിൻസ് ആണ് എൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ 80% എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. സോ അതുകൊണ്ട് ഈ ഓരോ തവണ ആശംസ അർപ്പിക്കാൻ ഞാനിവിടെ വരുമ്പോഴും കൂടുതൽ എൻ്റെ വാക്കിന് ശക്തി കൂടുതലുണ്ട്, ഹോമിയോപ്പതിയിലുള്ള എൻ്റെ വിശ്വാസത്തിന് ശക്തി കൂടുതലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും എന്നും ഈ ലോകം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഓരോ ഡോക്ടേഴ്സിനെയും, ഹോമിയോ ഡോക്ടേഴ്സിനെ ലോകം കാത്തിരിക്കുന്നു. ലോകത്തിന് ആവശ്യമുണ്ട് ഈ മെഡിസിൻ. അത് യഥാവിധി പഠിച്ച് അതിന് പുതിയ ഓരോരോ വൈറസുകളായിട്ട് വരുമ്പോഴും ഹോമിയോയിലേക്ക് ജനം മുഴുവനും എത്തുന്ന കാലം വിദൂരമല്ല. ഒരു കോവിഡ് അതിന് വലിയൊരു തെളിവാണ്. അതിനുശേഷം ഇങ്ങോട്ട് എന്ത് വൈറൽ ഇൻഫെക്ഷൻസ് ആർക്ക് വന്നാലും ഹോമിയോയിലേക്ക്, അല്ലെങ്കിൽ ഒരു നല്ല ഹോമിയോ ഡോക്ടർ എന്ന് അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ ലോകത്തിന് അത്ര ആവശ്യമാണ്. നിങ്ങൾ എത്തുന്ന ഓരോരുത്തരിലേക്കും ആ ആത്മവിശ്വാസം കൊടുക്കാൻ എല്ലാ ഡോക്ടേഴ്സിനും സാധിക്കട്ടെ എന്നാണ്. ഈ വെബിനാറിലൂടെ ഇവിടെയുള്ള ഓരോ ഡോക്ടേഴ്സിനും ആ കോൺഫിഡൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അത് ചെന്നെത്തട്ടെ എന്നും, ഇതൊരു എന്താ പറയുക, ലോകത്തിന് മുഴുവൻ സുഖം നിറയ്ക്കുന്ന ഔഷധമായിട്ട് മാറട്ടെ. ഞാൻ ഓരോ തവണ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോഴും അത് ഹോമിയോപ്പതിയിലൂടെ സാധിക്കട്ടെ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു.
ഓക്കെ. താങ്ക് യു മൊജിത മാഡം. മാഡത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾക്ക് നന്ദി. കാരണം ഏതൊരു പ്രസ്ഥാനത്തിന്റെയും വിജയം എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ നമുക്കുള്ള കോൺഫിഡൻസ് തന്നെയാണ്, ആത്മവിശ്വാസം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഹോമിയോ മരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത്, കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. അതിപ്പോ ഈ കോവിഡ് ഒക്കെ വരുന്ന സമയത്ത് ആർസനിക് ആൽബം എന്ന് പറയുന്ന ആ മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ എന്ത് പേടിക്കാൻ എന്ന് തന്നെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം കോവിഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു വെബിനാറിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ കയ്യിൽ നമ്മുടെ ഹോമിയോ മരുന്ന് ഉണ്ടാകുമ്പോൾ അത് നമുക്ക് തരുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്തായാലും മാഡത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾക്ക് അങ്ങേയറ്റം നന്ദി. അടുത്തതായിട്ട് നമുക്ക് ഭാഗ്യലക്ഷ്മി ഡോക്ടർ ഉണ്ടോ? ഉണ്ട് ഡോക്ടർ ഉണ്ട്. ഭാഗ്യലക്ഷ്മി ഉണ്ട്. ഡോക്ടറെ ക്ഷണിക്കുന്നു. എന്തായാലും മോചിതയുടെ വാക്കുകൾ നമുക്കെല്ലാം ഒന്നുകൂടെ കോൺഫിഡൻസ് കൂട്ടുമല്ലേ. നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും ഇതിലേക്ക് ഒരുപാട് ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഹോമിയോപ്പതി ആകുന്ന മഹാസമുദ്രത്തിന്റെ ഒരു 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 തുള്ളി പോലും നമുക്ക് അറിയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും പോകുന്നത്. നമുക്ക് ഇനി എത്രമാത്രം പഠിക്കാനിരിക്കുന്നു, നമ്മളെ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കണം. ഇപ്പം മോചിതയുടെ വാക്ക് കേട്ടപ്പോഴാണ് നമ്മളത് കൂടുതൽ കൂടുതൽ അതിലേക്ക് ഇറങ്ങേണ്ടതിന്റെ ആവശ്യകത. നമ്മൾ ഈ സിസ്റ്റത്തിനെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് നമ്മളും ഉയരേണ്ടിയിരിക്കുന്നു. നമ്മളുടെ കുട്ടികളെ നമ്മൾ ഉയർത്തണം. നമുക്ക് പറ്റുന്നിടത്തോളം നമ്മളത് ചെയ്യണം എന്നുള്ള ആ ഒരു വാക്ക് നമ്മൾ വീണ്ടും ഞങ്ങൾ കയ്യിലെടുക്കുന്നുണ്ട് മോചിത. ഞാൻ ഒത്തിരി കുട്ടികളെ ഇതിനകത്ത് എനിക്ക് പറ്റുന്നിടത്ത് രീതിയിൽ പറ്റുന്നുണ്ട്. ഞാനും ഒട്ടും എന്താ പറയാ, ഞാനൊന്നും അല്ല ഇതിനകത്ത്, വെറും ഒരു മണൽത്തരി എന്ന് മാത്രമേ എൻ്റെ അറിവുള്ളൂ. അപ്പൊ ഇനി എത്രമാത്രം ഇനി ഇതിനകത്ത് കാര്യങ്ങൾ നമുക്ക് സാധിക്കാനുള്ളതാണ്. അത് അതിനുവേണ്ടി ശ്രമിക്കാം. എന്തായാലും കുട്ടിയുടെ വാക്കുകൾക്ക് വളരെ നന്ദി. നിന്റെ എല്ലാ യാത്രയിലും ഞാനുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. ഞാനും ഇപ്പൊ ഇച്ചിരി ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനും അവളുടെ കൂടെ ഇപ്പൊ യാത്ര ചെയ്യുന്നുണ്ട്. നമുക്കും ഇതിൽ നിന്നൊരു മോചനം എന്നുള്ള രീതിയിൽ ആത്മീയതയിലേക്കുള്ള ഒരു യാത്ര എനിക്ക് പറ്റില്ല. ഒരുപാട് സ്ഥലത്തൊന്നും പോകാൻ പറ്റില്ല, എങ്കിലും പറ്റുന്നിടത്തോളം അവൾ എന്നെ കൈപിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതെനിക്ക് വലിയ എന്റെയും ആത്മവിശ്വാസം ഉണർത്തുന്ന യാത്രകളാണ് മോചിതയോടൊപ്പം. അതുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ മോചിതയുടെ കൂടെ പോയി കഴിഞ്ഞാല് പിന്നെ വേറൊരാളുടെ കൂടെ യാത്ര ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെട്ടില്ല. അതുപോലെ ഏത് സ്ഥലത്ത് ചെന്നാലും അതിനെപ്പറ്റി അഗാധമായിട്ട് പഠിച്ച് അതിന്റെ മുഴുവൻ പാണ്ഡിത്യം നമ്മളിലേക്ക് തന്നാണ് മോചിത നമ്മളെ കൂടെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ യാത്ര മോക്ഷ എന്ന് പറയുന്നത് ജേർണി ടു ദ സോൾ, അത് തന്നെയാണത്. അതിനെ എന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ മോചിതയ്ക്ക് ദൈവം തമ്പുരാൻ അനുവാദം തരട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നിനക്ക് ഇത്രയും നിന്റെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ കൊള്ളുന്നത്. എന്നാലും പലപ്പോഴും വന്ന് ഞാൻ എപ്പോഴും വിളിക്കുമ്പോഴൊക്കെ സ്ഥലത്തുണ്ടെങ്കിൽ ഞാൻ എത്താൻ വളരെ സന്തോഷപൂർവ്വം തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വിജയൻ സാറിനെയും വിളിച്ചപ്പം ഒരു മടിയും കൂടാതെ അദ്ദേഹം വന്നു നമ്മുടെ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹത്തിനും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ ഭാഗ്യലക്ഷ്മി ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്തതായിട്ട് കലാപരിപാടികൾക്കുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് ഈ ഒരു വെബിനാർ നമുക്ക് കാണാം. ആദ്യം തന്നെ ഗാനം ആലപിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത് നമ്മുടെ ആര്യയാണ്. ആര്യ നമ്മുടെ കൂടെ IFHന്റെ കൂടെ തന്നെ എപ്പോഴും സ്ഥിരമായിട്ട് ഒരു സഹയാത്രികയായിട്ട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒപ്പം തന്നെ ഹോമിയോപ്പതി വിദ്യാർത്ഥിനി കൂടിയാണ്. അപ്പൊ ആര്യയെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ കേൾക്കാമോ? കേൾക്കാം. ഇത് കലാപരിപാടികൾ ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് മിനിറ്റ് ആണ് അറിയുന്നത്. അപ്പോൾ എനിക്കറിയാവുന്നൊരു പാട്ട് ഞാൻ ജസ്റ്റ് പാടുന്നേ ഉള്ളൂ. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊൻകുളം പോൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊൻകുളം പോൽ തുടുശോഭയും നിറം നിൻ
മുഖസൗരഭമോ പകരുന്നു പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്നുകുളം മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ കതിർപാൽ മണികൾ കനമാർന്നതില്ലേ മതകോജനമാർന്നിനപ്രാക്കളില്ലേ മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ കതിർപാൽ മണികൾ കനമാർന്നതില്ലേ മതകോജനമാർന്നിനപ്രാക്കളില്ലേ പുലർവേളകളിൽ വയലേലകളിൽ കനി കണ്ടുവരാം കുളിർച്ചൂടി വരാം പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്നുകുളം പോ. താങ്ക് യു. ഓക്കെ, നല്ലൊരു ഗാനം ആലപിച്ച ആര്യയ്ക്ക് IFHന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് ഗാനം ആലപിക്കുന്നത് നമുക്ക് എത്രയും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഹ്യൂബർട്ട് ഡോക്ടർ ആണ്. ഹ്യൂബർട്ട് ഡോക്ടർ. സാരിഗ മഗരി സരി സരിഗ മഗരി സരിഗ ശ്രീഗമാ രീഗ മാപ മഗ രിഗ രിഗ പാപ മഗ രിഗ മഗ മപ ഗ മപ തപ മഗ മഗ മപ തപ മഗ മപ മപദ മാപദാനി ദപ മപ മപ ദാനി ദപ മപദ പദനി പാദനി സനിത പദ പദാനി സനിത പദാനി ധാനി സാ പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമാകും കരുണാമയ പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമാകും കരുണാമയ കൃപയോലുമേഘനാമം പരിപൂജ്യമായിടേണം തിരുവിഷ്ടമെന്നും ഇവിടെ പ്രിയമാകണം നിറവേറണം ഗുരുനാഥനായി കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകിലും ഫലമായിടും ഗുരുനാഥനായി കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകിലും ഫലമായിടും പരമേറ്റ കാര്യമേതും ആശ്വാസദായകൻ മിഴിവോടെ പൂർത്തിയാക്കുവാനും കഴിവേകിടും പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമാകും കരുണാമയ അനസ്യൂതമാരിലും നീ വന്നു വാഴുകിൽ ബലഹീന ജീവിതം ജയമാർന്നിടും അനസ്യൂതമാരിലും നീ വന്നു വാഴുകിൽ ബലഹീന ജീവിതം ജയമാർന്നിടും
ഭയമേതുമേശിടാതെ ഏവേതു ക്ലേശവും അവനായി ഏറ്റുവാങ്ങിടാനും മനസ്സാകണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്ന് സ്നേഹമാകും കരുണാമയ, കൃപയോലുമേകനാമം പരിപൂജ്യമായിടേണം. തിരുവിഷ്ടമെന്നും ഇവിടെ പ്രിയമാകണം, നിറവേറണം. ഓ ശാന്തിയോ ശാന്തിയോ. താങ്ക് യു ഹിബർട്ട് ഡോക്ടർ. നല്ലൊരു ഗാനം നമുക്കായിട്ട് നൽകിയതിന് താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഡോക്ടർ സുജേത മാം. അൺമ്യൂട്ട് ചെയ്യാമോ മാം? മ്യൂട്ടാണ്. ഞാൻ ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. കോഹോസ്റ്റ് ആണ്. താഴത്തെ മൈക്ക് ഒന്ന് ഓൺ ആക്കിയാൽ മതി കേട്ടോ. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. നോക്കട്ടെ. ആ ഫോട്ടോയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടേ ആ സ്ക്രീനിലൊന്ന് തൊട്ട് കഴിയുമ്പോൾ താഴെ തെളിയും. അപ്പോൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി. സ്ക്രീനിൽ ചെറുതായിട്ടൊന്ന് തൊട്ട് ചെയ്തേ. പറ്റുന്നില്ല. അപ്പോൾ മലയാളം മോഡറേറ്റർ മനോജ് ഡോക്ടർ ഒന്ന് സംസാരിക്കുക ആ സമയം കൊണ്ട്. ഡോക്ടർ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. മനോജ് ഡോക്ടർക്ക് ഒരു ആശംസ പറയാം. സുജായ ഡോക്ടർ ഒന്ന് ശ്രമിച്ചു. നന്ദി ഡോക്ടർ. എന്തായാലും ഈ ശ്രീമതി മോജിത പറഞ്ഞ കാര്യമാണ് എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീർത്ഥയാത്ര എന്ന് പറയുന്നത് ഇപ്പം സൂക്ഷ്മതയിലെ നമ്മുടെ എന്നാൽ കണ്ണുകൊണ്ട് കാണാത്ത എന്നാൽ മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന എന്തോ ഒന്ന് തേടിയുള്ള യാത്രയാണ്. ഹോമിയോപ്പതിയും ശരിക്കും പറഞ്ഞ പോലെ ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ല, അനുഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ മോക്ഷം തേടിയുള്ള യാത്രകൾ ചെയ്യുന്നവർക്ക്, മോക്ഷ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഹോമിയോപ്പതിയോട് പ്രത്യേകിച്ച് ഒരു സ്നേഹം തോന്നുന്നു എനിക്ക് തോന്നുന്നത്. വളരെ ശ്രദ്ധേയമായ വാചകമാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ വാചകം നമുക്ക് IAPHന്റെ എല്ലാ വേദികളിലും ഈ റീലുകളിലും ഒക്കെ ഉപയോഗിക്കാൻ തോന്നുന്നു. പിന്നെ പരിപാടി സംഘടിപ്പിച്ചത് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നന്നായിട്ട് സംസാരിച്ചു. നമ്മുടെ അജിനിയെ പോലുള്ളൊരു പാട്ടുകാരുണ്ട്, ഇനിയും പാട്ടുകാർ ആവശ്യമുണ്ട്. സുജേതവാൻ വളരെ നന്നായിട്ട് പാടുന്ന ആളാണ്. എന്തായാലും എന്നെ ക്ഷണിച്ചതിന് സനേഷർക്ക് നന്ദിയുണ്ട്. സുജായ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ഡോക്ടർ ഒന്ന് ലീവ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കയറാവോ? എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഡോക്ടർ ഒന്ന് ലീവ് ചെയ്യുക, എന്നിട്ടൊന്ന് വീണ്ടും ഉടനെ തന്നെ ജോയിൻ ചെയ്യും. എന്നിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഡോക്ടർ KG വേണുഗോപാൽ ഒന്ന് സംസാരിക്കാവോ? അതുപോലെ സരികുമാർ ഡോക്ടർ അത്യാവശ്യം പാടുന്ന ആളാണ്. ഉണ്ടോ? ഡോക്ടർ പുറത്താണ് ഇപ്പോഴും. ഞാൻ വിളിച്ചത്. അൺമ്യൂട്ട് ചെയ്തോ? ഹലോ. കേൾക്കാം. കേൾക്കാം ഡോക്ടർ. സ്നേഹമുള്ള IAPH സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. IAPHന്റെ 2000 അല്ലെങ്കിൽ 2001 ദിവസം എന്നത് 5 വർഷം, ഏകദേശം 5 വർഷമാണ്. ഒരിക്കലും ഇടതടവില്ലാതെ ഇങ്ങനെ തുടർച്ചയായി ഈ സൂം സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അതുല്യമായ നേട്ടം തന്നെയാണ്. അതിനെ അഭിമാനത്തോടെ സ്മരിക്കുന്ന ഒരു ദിവസമാണിന്ന്. സത്യമായി ഇത് വെറും അക്കമല്ല, ഇത് ഒരു അറിവ് പങ്കിടാനുള്ള നമ്മുടെ തീക്ഷ്ണമായ ആഗ്രഹത്തിന്റെ തെളിവാണ്, അല്ലെങ്കിൽ പ്രതിബദ്ധതയുടെ പ്രതീകമാണെന്നൊക്കെ നമുക്ക് പറയാം. കോവിഡ് മഹാമാരിക്കാലത്ത് ആരംഭിച്ച ഈ ഓൺലൈൻ അറിവ് പങ്കിടൽ കാലം മാറിയിട്ടും
ആവേശം കുറയാതെ തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇങ്ങനെ ദിനംപ്രതി അറിവിന്റെ ദീപം തെളിച്ചുകൊണ്ട് മുന്നേറിയ ഈ സംരംഭം നിരവധി വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും പ്രചോദനമായി. 2000 ദിവസങ്ങൾ എന്നത് ഏകദേശം 2000 അല്ല, 3 സെക്ഷനും കൂടി ഏകദേശം 5000-ഓളം പഠന വിഷയങ്ങളാണ്, അല്ലെങ്കിൽ പഠന വിഷയങ്ങൾ, അനവധി ചിന്താവിഷയങ്ങൾ എല്ലാം നമ്മൾ ആ അറിവിന്റെ വിത്തുകൾ ഇങ്ങനെ വിതച്ച ദിവസങ്ങൾ കൂടിയാണ്. ഇത്തരമൊരു തുടർച്ച ഉറപ്പാക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച IFPHന്റെ എല്ലാ സംഘാടകർക്കും, പങ്കെടുത്ത എല്ലാ പ്രഭാഷകർക്കും, എൻ്റെ സാങ്കേതിക സഹായികൾക്കും ഒക്കെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. ഇത് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അറിവിന്റെ ഈ യാത്ര 3000 ദിവസം അല്ലെങ്കിൽ 5000 ദിവസം പിന്നീട് തുടരട്ടെ. പുതിയ തലമുറയ്ക്ക് ഇതൊരു മാതൃകയായി നിലനിൽക്കട്ടെ. ഈ മഹത്തായ നേട്ടത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹോമിയോപ്പതി. ഓക്കെ, താങ്ക് യു വേണുഗോപാൽ ഡോക്ടർ. ഇനി ആരെങ്കിലും ഒക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. പാട്ടുകൾ പാടുവാൻ സുജാത ഡോക്ടർ വന്നിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഡോക്ടർ ഉണ്ട്. ഓക്കെ, സുജാത ഡോക്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കി. പറ്റുന്നുണ്ടോ? ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ മെസ്സേജ് അങ്ങോട്ട് ഇടുന്നുണ്ടല്ലോ. ഇല്ല, നമ്മളൊക്കെ പറ്റുന്നില്ല. എന്തോ ടെക്നിക്കൽ ഫോൺ പ്രശ്നമാണെന്ന് തോന്നുന്നു. അമ്പാടി ഡോക്ടറെ ഒന്ന് വിളിക്കാം. അമ്പാടി ഡോക്ടർ. ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അമ്പാടി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുമോ? ഓക്കെ, സംസാരിച്ചോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞു. ഈ IFPHന്റെ ഈ 2000 ദിവസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച നമ്മുടെ ധനേഷ്, ഈ മനോജ്, പിന്നെ ഷാജി കുടിയാട്ട, എല്ലാവരും ഇവരുടെയൊക്കെ അധ്വാനം പറയാൻ നിർത്തിയില്ല. 1-2 ദിവസം ഒരു ക്ലാസ് എടുക്കാനൊന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഒരുമാതിരി ഏതോ ഒരു ബാലികേറ മലയിൽ ഞാൻ പോണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അതേ സമയത്ത് ഈ 3 മണിക്കൂർ, 1.5 മണിക്കൂർ, തീർച്ചയായിട്ടും 2 മണിക്കൂർ ഇംഗ്ലീഷിനും മലയാളത്തിനും നമ്മൾ ഇരിക്കണം. ഹിന്ദി പിന്നെ അവരെടുക്കുമെന്ന് വിചാരിക്കാം. ഇത്രയും നേരം ഇവരിൽ ആരെങ്കിലും ഒരാൾ എന്നും സജീവമായിട്ട് അതിൽ പങ്കുചേരുകയാണ്. ഞാനിപ്പോഴും അവരുടെ ആ നല്ല പ്രവൃത്തിക്ക് എപ്പോഴും ഞാൻ മനസ്സിൽ ഒരു എന്താ പറയുന്നത്, അവർക്ക് നന്മ വരട്ടെ എന്ന് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് മറ്റുള്ളവർക്ക് ഇപ്പം ഇന്നലെ ഞാനൊരു കല്യാണത്തിന് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 പേര് വന്നിട്ട് ഡോക്ടറല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു IFPH എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇതിൽ ഞങ്ങൾ കണ്ടപ്പോൾ അതിൽ സംസാരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് കാരണം ആ സാധാരണക്കാരനായിരുന്നു അവർ. അപ്പോൾ അവർ ഇതിലേക്ക് എത്തിച്ചു, നമ്മുടെ ഹോമിയോപ്പതി എത്തിച്ചു എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വലിയ നേട്ടമാണ്. എന്തായാലും ഞങ്ങൾക്കൊന്നും എനിക്കിപ്പോൾ 10-78 വയസ്സായി. എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ ഇതൊന്നും എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഈ വയസ്സുകാലത്തെങ്കിലും ഇതൊക്കെ സാധിക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും തൃപ്തിയും തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഇനിയും ഇത് ഇടതടവില്ലാതെ മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അമ്പാടി ഡോക്ടർ, നമ്മുടെ IFPHലൂടെ തന്നെ നമ്മളെ പലരും തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അത് ഏറെ സന്തോഷം തരുന്നൊരു കാര്യവുമാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വെബിനാറിന്റെ ധനേഷ് ഡോക്ടർ നമുക്ക് സംഗ്രഹിക്കാം അല്ലേ? ആവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃതജ്ഞത അർപ്പിക്കുവാനായിട്ട് നമ്മുടെ മറിയാമ്മ ഡോക്ടറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
എല്ലാവർക്കും നമസ്കാരം. IFPH ഇടതടവില്ലാതെ നടത്തിവരുന്ന വെബിനാറുകളുടെ 2001 ദിനാഘോഷത്തിന്റെ ഭാഗമായ കലാസാഹിത്യ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ചലച്ചിത്ര സംവിധായകൻ ശ്രീ GS വിജയൻ സാറിന് IFPHന്റെയും ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ IFPH പ്രസിഡന്റ് IFPHന്റെ എല്ലാവുമായ ബഹുമാന്യനായ ഡോക്ടർ ഇസ്മയിൽ സൈഡ് സാറിന് ബഹുമാനപൂർവ്വം നന്ദി അറിയിക്കുന്നു. സാറിന് പകരമായി ഈ ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ IFPHന്റെ വൈസ് പ്രസിഡന്റ് ഷാജി കുടിയാട്ട് ഡോക്ടർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. 2001 ദിന ആഘോഷത്തിന് ആശംസകൾ അർപ്പിച്ച പ്രശസ്ത കവി ശ്രീ മാധവൻ പുറച്ചേരി സാറിന് ബഹുമാനപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ആഘോഷ പരിപാടിയിൽ ആശംസ അർപ്പിച്ച പ്രമുഖ നാടക സംഗീത സംവിധായകൻ ശ്രീ ആലപ്പി ഋഷികേശ് സാറിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് മലയാള വിഭാഗം വകുപ്പ് അധ്യക്ഷൻ ഡോക്ടർ അജയൻ പനേറ സാറിന് വിനയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച IFPHന്റെ തന്നെ ഭാഗമായി തീർന്ന മോഷയുടെ ഡയറക്ടർ ശ്രീമതി മോചിത മാഡത്തിനും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ആഘോഷത്തിന്റെ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച IFPHന്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ കിരൺ ചന്ദിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിന് പ്രാർത്ഥനാ ഗാനം ആലപിക്കുകയും അതോടൊപ്പം നല്ലൊരു ഗാനം നമുക്ക് വീണ്ടും ആലപിക്കുകയും ചെയ്ത മിസ് ആര്യയ്ക്ക് പ്രത്യേകം സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. 2001 ദിനാഘോഷ പരിപാടിയുടെ മോഡറേറ്റർ, ഹോമിയോപ്പതി സ്നേഹിയും മോട്ടിവേറ്ററും അതുപോലെ IFPH സ്റ്റുഡൻസ് വിങ്ങിന്റെ കോർഡിനേറ്ററും കൂടിയായ ശ്രീ ഷാലു രാജന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്ക് അതിഥികളെ തന്ന് സഹായിക്കുക, ഈ പരിപാടി മാത്രമല്ല പ്രത്യേകമായി നടക്കുന്ന എല്ലാ പരിപാടിയിലും അതിഥികളെ കൊണ്ടുവരികയും അതേപോലെ തന്നെ നമുക്ക് പല ക്ലാസ്സുകൾ എടുക്കുകയും ചികിത്സാനുഭവങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുന്ന ഭാഗ്യലക്ഷ്മി മാഡത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. മാഡത്തിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ IFPHന്റെ ആസ്ഥാന ഗായകൻ, ഇന്ന് നമുക്ക് നല്ലൊരു പാട്ട് പാടി നമ്മളെ സന്തോഷിപ്പിച്ച ഹ്യൂബർട്ട് ഡോക്ടർക്ക്, പ്രത്യേകിച്ചും നമ്മുടെ ഈ IFPH സൂബിന്റെ ഓരോ വീഡിയോകളും പിറ്റേ ദിവസം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ഏകദേശം 3500ഓളം വീഡിയോകൾ ഇതിനോടകം അപ്ലോഡ് ചെയ്യുകയും ചെയ്ത ഹ്യൂബർട്ട് ഡോക്ടറിനെ 1000 നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ആഘോഷത്തിൽ ആശംസ അർപ്പിച്ച മനോജ് ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ KG വേണുഗോപാൽ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. IFPH ആരംഭിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച ഹോമിയോപ്പതി സ്നേഹികളെ നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. ഈ 2000 ദിവസങ്ങൾക്ക് മുൻപ് ഇതിന്റെ പുറകിൽ അധ്വാനിച്ച അനേകം ഹോമിയോപ്പതി സ്നേഹികളുണ്ട്. ഓരോരുത്തരെയും പേരുപേരായി ഞാൻ എടുത്തു പറയുന്നില്ല എങ്കിലും ഓരോരുത്തരെയും പേരുപേരായി മനസ്സിൽ ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. 2001 ദിവസങ്ങളായി ഇതിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ IFPHനെ നയിക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുകയാണ്. ഈ സൂം വെബിനാറുകളുടെ ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർമാരെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ധനേഷ് ഡോക്ടർ, മനോജ് ഡോക്ടർ, ഹ്യൂബർട്ട് ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ, അങ്ങനെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. 2001 ദിവസമായി തുടർന്നു വരുന്ന സൂം വെബിനാറുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇതോടൊപ്പം 2001 ദിവസത്തിനുള്ളിൽ നമ്മെ വേർവിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടി ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. അവരുടെ മുമ്പിൽ ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുന്നു.
ഈ കലാസാഹിത്യ സമ്മേളനം വിജയകരമാക്കുവാൻ ഇതിൽ പങ്കെടുത്ത എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും, ഹോമിയോപ്പതി ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും ആയിരം നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശ്വരന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മറിയാമ്മ ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഇതുവരെയുള്ള 2000 ദിവസങ്ങൾ എങ്ങനെയൊക്കെ ആഘോഷിച്ചോ അതിലും മികച്ച രീതിയിൽ 2001 ദിവസം നമുക്ക് ആഘോഷിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും കൂടുതൽ കരുത്തോടെ, ശക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ് ആൻഡ് ഹോമിയോപ്പതിക് സ്റ്റുഡൻസ്. താങ്ക് യു ഓൾ.